ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വ്ലോഗ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഞാൻ എങ്ങനെ PSC കോച്ചിങ്ങും എൻ്റെ ഡിഗ്രി കോഴ്സും കൂടെ ഒരുമിച്ച് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നേരെ +2 കഴിഞ്ഞതും PSC പഠിക്കാനായിട്ട് ഇറങ്ങി. അപ്പോൾ PSC പഠിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചത് ഡിഗ്രി പോകുന്നില്ലേ, ഡിഗ്രി ചെയ്യുന്നില്ലേ, കോളേജ് വേണ്ടേ, അങ്ങനെയൊക്കെ കുറേ പേര് എന്നോട് ചോദിച്ചു. അപ്പോൾ അതിനൊക്കെ പേടിച്ചിട്ടാണ് എനിക്കൊരു കവറപ്പിന് വേണ്ടിയിട്ടാണ് ഡിഗ്രി ഒന്ന് വേണം, അപ്പോൾ ഒരു ക്വാളിഫിക്കേഷനായിട്ട് ഡിഗ്രി വേണമെന്ന് ഓർത്ത് ഞാനിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡിസ്റ്റൻസ് ഡിഗ്രി ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ സ്വന്തമായിട്ട് ഗൂഗിളും പിന്നെ യൂട്യൂബും ഒക്കെ തപ്പി, പിന്നെ വീട്ടിലിരിക്കുന്നവരും ചേർന്നാണ് എല്ലാം എനിക്ക് സെറ്റാക്കി തന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇഗ്നോനെ കുറിച്ച് അറിഞ്ഞതും പിന്നെ PSC ഇഗ്നോയിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ വാല്യൂ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയായിട്ട് ശരി ഇതിൽ ചെയ്യാം, അപ്പോൾ ഇത് പഠിച്ചാൽ വാല്യൂ ഉണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാനിങ്ങനെ ഡിസ്റ്റൻസിലൊരു ഡിഗ്രി ചെയ്യാമെന്ന് ഓർത്തിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ അഡ്മിഷൻ എടുത്തത്. അത് ഗൂഗിളിലിരുന്ന് ഒരു ഏജൻസിയുടെ നമ്പർ എടുത്തിട്ട് അവർക്ക് മെസ്സേജ് അയച്ചു. അപ്പം മെസ്സേജ് അയച്ചിട്ട് അവരോട് ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചിട്ട് അവർ നമുക്ക് എല്ലാം പറഞ്ഞു തരും, ഏതൊക്കെ കോഴ്സ് ഉണ്ട് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെ ഞാൻ അവർ പറഞ്ഞതനുസരിച്ച് എനിക്ക് പറ്റാവുന്ന, ഇപ്പോൾ രണ്ടും കൂടെ നോക്കണ്ടേ, അപ്പോൾ എനിക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നത് നോക്കി ഞാൻ എൻ്റെ ഡിഗ്രി സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാനെടുത്തത് വലിയ കുഴപ്പമൊന്നുമില്ല, ജേണൽ മാത്രമേ ഇച്ചിരി പാടുള്ളൂ, ബാക്കി അസൈൻമെൻറ്റും എക്സാംസും ഒരു പാടുമില്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏതാണ് വേണ്ടത്, ഇപ്പോൾ കുറേ അവിടെ ഓപ്ഷൻസ് ഉണ്ട്, അപ്പോൾ നമുക്ക് ഏതാണ് വേണ്ടത് അങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തു. ഇപ്പം ഞാൻ 4th സെം കഴിഞ്ഞു, ഇനി 5th 6th സെമ്മിൻ്റെ എക്സാം മാത്രമേ എനിക്ക് എഴുതാൻ ബാക്കിയുള്ളൂ. 2022 ഞാൻ അഡ്മിഷൻ എടുത്തത്. അപ്പോൾ എക്സാം വരുമ്പോൾ എനിക്ക് 2023 പിന്നെ 24 എക്സാം എഴുതി. ഇപ്പോൾ 25 എനിക്ക് ഒരു എക്സാമും കൂടെ വരും. അപ്പോൾ അങ്ങനെ 3 ടൈമാണ് എനിക്ക് എക്സാം എഴുതാൻ വേണ്ടി വന്നേക്കുന്നത്. ഇപ്പോൾ നമുക്ക് ജൂണിലും എഴുതാം, ഡിസംബറിലും എഴുതാം. ഇങ്ങനെ ഒരു വർഷത്തെ ഇങ്ങനെ 2 പ്രാവശ്യം നമുക്ക് ഏത് മാസം വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്തിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. പിന്നെ റീ രജിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അവരൊരു ഗ്രൂപ്പിൽ ജോയിൻ്റ് ആക്കും എല്ലാവരും ഉള്ള. അപ്പോൾ അതിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരും, ഇപ്പോൾ റീ അഡ്മിഷനായി, എക്സാം ഡേറ്റ് അടുക്കാറായി, അപ്പോൾ എക്സാമിന് അപ്ലൈ ചെയ്യണം, അസൈൻമെൻറ്റ് വയ്ക്കാൻ സമയമായി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ അവർ പറയും. നമ്മളായിട്ട് വേണം ഇതൊക്കെ അറിയാൻ, ആരും നമുക്ക് പറഞ്ഞു തരത്തില്ല. ഇപ്പം വേറെ കോഴ്സാണെങ്കിൽ അവർക്ക് തനിച്ച് ബാച്ചുണ്ട്, അത് പൈസ കൊടുത്ത് ചേരാവുന്നതാണ്. പക്ഷേ എനിക്ക് അന്വേഷിച്ചിട്ട് എനിക്കിതുവരെ അങ്ങനെ ഒരു ബാച്ച് ഞാൻ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്, വേറെ ഇതൊന്നുമല്ല. ഇഗ്നോ ടെലിഗ്രാം ചാനലും പിന്നെ ഇഗ്നോ യൂട്യൂബ് ഫോളോ ചെയ്യുന്നുണ്ട്, പിന്നെ ഇഗ്നോയിലെ വാട്സപ്പ് ഗ്രൂപ്പിലും ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ 3 സോഴ്സിലാണ് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്നത്. അപ്പോൾ അറിഞ്ഞ് അസൈൻമെൻറ്റിൻ്റെ കാര്യങ്ങൾ ഫുള്ളും സ്വന്തമായിട്ടാണ് നോക്കുന്നത്. ഇഗ്നോയുടെ സൈറ്റിൽ പോയാൽ പഴയ അസൈൻമെൻറ്റും അതിൻ്റെ കാര്യമൊക്കെ കാണും. അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിൽ നമുക്ക് അതിനെ റെഫർ ചെയ്യാം. പിന്നെ നമുക്ക് ബുക്കും അവർ തന്നെ അയച്ചു തരും നമ്മുടെ അഡ്രസ്സിലേക്ക്. അപ്പോൾ അതിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം നമുക്ക് അസൈൻമെൻറ്റ് എഴുതണമെങ്കിൽ നമുക്ക് ബുക്ക് നോക്കി എഴുതാം, ഇല്ലെങ്കിൽ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സാമിൻ്റെ കാര്യമൊക്കെ നമുക്കൊരു സെൻറ്റർ തരും അവർ. അപ്പോൾ എൻ്റെ സെൻറ്റർ CMS കോളേജ് കോട്ടയമാണ്. അപ്പോൾ അവിടെ പോയിട്ടാണ് എൻ്റെ അസൈൻമെൻറ്റ് വയ്ക്കുന്നത്. പിന്നെ എക്സാം സെൻറ്റർ ഞാൻ ഇടുക്കി തന്നെ മാറ്റി ഞാൻ അപ്ലൈ ചെയ്യും. അപ്പോൾ ഇടുക്കിയിൽ പുറ്റടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹോളി ക്രോസിൻ്റെ കോളേജിലാണ് എനിക്ക് എക്സാംസൊക്കെ വരുന്നത്. അപ്പോൾ അവിടെ പോയി എക്സാംസ് എഴുതും, അസൈൻമെൻറ്റ് അവിടെ വയ്ക്കും. അപ്പം അങ്ങനെയാണ് എൻ്റെ ഡിഗ്രിയും PSCയും കൂടെ ഞാൻ അങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. അങ്ങനെ 3 വർഷമായി, ഇതാണ് 3rd ഇയർ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഇച്ചിരി പാട് വരുന്നത് എന്നാന്ന് വെച്ചാൽ അസൈൻമെൻറ്റിൻ്റെ കാര്യം വരുമ്പോഴും അതുപോലെ ഈ ഡിഗ്രിയുടെ എക്സാംസ് വരുമ്പോഴും നമുക്ക് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി പാടായിരിക്കും. പക്ഷേ മാച്ച് ചെയ്ത് അങ്ങനെ കൊണ്ടുപോവാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.